ഹലോ, നമ്മൾ ഇന്നലെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ റീഇൻവെന്റ് യുവർ സെൽഫ് എന്ന് പറയുന്ന 10 ഡേ സീരീസിന്റെ രണ്ടാമത്തെ ഡേ ആണ്. ചില സാങ്കേതിക കാരണങ്ങളാൽ നമുക്ക് നമ്മുടെ സീരീസ് ഷോർട്സ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്, അതായത് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു വീഡിയോയിലോട്ട് മാറിയത്. അപ്പൊ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യല്ലേ. ഇത് നമ്മുടെ സെൽഫ് ഡിസ്കവറി എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിലാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു 4 സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇതിന്റെ അണ്ടറിൽ വരുന്നത്. ആ 4 സിമ്പിൾ ക്വസ്റ്റ്യൻസിന് ഇന്ന് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അപ്പൊ ഓരോ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ച് വായിച്ചു നോക്കാം. ഇവിടെ ഞാൻ അതിന്റെ ഒരു പിക്ചർ ഇടുന്നതാണ്, അത് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കാം. അതിന്റെ കൂടെ തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്, എന്താണ് ഈ ചോദ്യം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട്. കുറച്ച് സമയം എടുക്കുള്ളൂ. നമുക്ക് വേണ്ടിയിട്ടാണ്, നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. വേറെ ആരെയും കാണിക്കാറില്ല. ഓണസ്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ ട്രൈ ചെയ്യാം കേട്ടോ. പിന്നെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് വരികയാണെങ്കിൽ അപ്പൊ തന്നെ കമന്റ് ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ അതിന് റിപ്ലൈ തരാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യാം. അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ആർ മൈ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വാല്യൂസ് ഇൻ ലൈഫ് ആൻഡ് ഹൗ കെൻ ഐ ലിവ് മോർ ഇൻ അലൈൻമെന്റ് വിത്ത് ദം എന്നാണ്. അതായത് നമ്മുടെ ലൈഫിൽ എന്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കരുതുന്ന കാര്യം, ഏറ്റവും മൂല്യമുള്ളതായിട്ട് നമ്മൾ കരുതുന്ന കാര്യം എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഓരോ ആളുകൾക്കും അത് വ്യത്യസ്തമായിരിക്കും. ചിലരെ സംബന്ധിച്ച് അയാളുടെ മൂല്യമായിട്ട്, അയാളുടെ ഏറ്റവും കൂടുതൽ വാല്യൂ ആയി കണക്കാക്കപ്പെടുന്നത് അയാളുടെ ഫാമിലി ആയിരിക്കും. ചിലർക്ക് അവരുടെ വിശ്വാസമായിരിക്കും, അവരുടെ ഫെയ്ത്ത് ആയിരിക്കും. ചിലരെ സംബന്ധിച്ച് അയാളുടെ ഒരു പേഴ്സണൽ ഡെവലപ്മെന്റ് ആയിരിക്കും. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് എന്താണോ അതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും മൂല്യമായിട്ട് നിങ്ങൾ കാണുന്നത്, നിങ്ങളുടെ ഏറ്റവും വലിയൊരു വാല്യൂ ആയിട്ട് നിങ്ങൾ കാണുന്നത് എന്താണ് എന്നാണ് നോട്ട് ചെയ്യേണ്ടത്. ഇതിന് കൂടെ തന്നെയുള്ള ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് നമുക്ക് അതിനെ അനുസൃതമായിട്ട് ജീവിക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പൊ അതോടെ അതിന്റെ കൂടെ ഒരു ഹൈഫൺ ഒക്കെ ഇട്ടിട്ട്, ഒരു ആരോ മാർക്കോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ആൻസർ ചെയ്യുക. അതായത് ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് കുടുംബമാണെങ്കിൽ അതിനനുസൃതമായിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുക? കൂടുതൽ സമയം കുടുംബത്തോടൊപ്പം ചെലവഴിച്ചിട്ട് മുഴുവൻ സമയവും, ഒരു ദിവസത്തിന് മുഴുവൻ സമയവും ജോലിയിൽ മാത്രം ഇൻവോൾവ് ചെയ്യാതെ കുടുംബത്തിന്റെ കൂടെ കൂടുതൽ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് അതിനുവേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക. ഇപ്പോ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ് ഒരാളെ സംബന്ധിച്ച് അയാളൊരു വാല്യൂ ആയി കണക്കാക്കപ്പെടുന്നതെങ്കിൽ കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുക, കൂടുതൽ അറിവുകൾ നേടുക എന്നുള്ളതൊക്കെയാണ് അയാളെ സംബന്ധിച്ച്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിട്ട് എന്താണോ അത് നോട്ടിന് നേരത്തെ പറഞ്ഞ പോലെ ഈ എക്സാമ്പിള് എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടതെന്ന് ഒട്ടും ഐഡിയ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് കോപ്പി ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത്, ചിലപ്പോൾ ഇതിലുള്ളതായിരിക്കും, ചിലപ്പോൾ ഇതിന് അപ്പുറത്തുള്ളതായിരിക്കും. അത് നിങ്ങൾ ആലോചിച്ച് തന്നെ കണ്ടെത്തണം, എന്നിട്ട് സത്യസന്ധമായിട്ട് ആൻസർ ചെയ്യാം. രണ്ടാമത്തെ ചോദ്യം നമുക്ക് കുറച്ച് സ്പീഡാക്കാം. വാട്ട് തിങ്സ് മേക്ക് മീ ഹാപ്പി ആൻഡ് ഹൗ ക്യാൻ ഐ ഡു ദം മോർ ഓഫൺ? അതായത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യം എന്താണ്, അവ എങ്ങനെ നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ കൊണ്ടുവരാം എന്നുള്ളതാണ്. ചിലരെ സംബന്ധിച്ച് അവർക്ക് സന്തോഷം കൊടുക്കുന്ന കാര്യം ഭയങ്കര ട്രാവൽ ചെയ്യുന്നതായിരിക്കും. ചിലരെ സംബന്ധിച്ച് കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുന്നതായിരിക്കും. ചിലരെ സംബന്ധിച്ച് അവരുടെ ഫ്രണ്ട്സുമായിട്ട് കുറെ ടൈം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഹാപ്പിനെസ് തരുന്ന കാര്യം എന്താണെന്ന് നോട്ട് ചെയ്യാം. പിന്നെ അതുപോലെ അത് നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ പറ്റും? അപ്പൊ വായിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇന്നും ഞാൻ ഒരു 20 മിനിറ്റ് വായനക്ക് വേണ്ടി മാറ്റിവെക്കും. എല്ലാ ദിവസവും മാറ്റി വെക്കുമ്പോൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് ആ ഒരു ഹാപ്പിനെസ് കിട്ടാണ്. ഇപ്പൊ ഒരാളെ സംബന്ധിച്ച് സുഖത്തിനായിട്ട് സംസാരിക്കുന്നതാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ എന്റെ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സിനെ വിളിക്കാൻ വേണ്ടി സമയം കണ്ടെത്തും. ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഓരോ ദിവസം ചെറിയ ചെറിയ യാത്രകൾ ഞാൻ കുറച്ച് സമയം കണ്ടെത്തും. അപ്പൊ അത് എന്താണോ നിങ്ങൾക്ക് സന്തോഷം തരുന്നത് അത് എഴുതാം. അത് ലൈഫിൽ എങ്ങനെ കൂടുതൽ കൊണ്ടുവരാം അതുകൂടെ നോട്ട് ചെയ്യാം. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, വാട്ട് മേക്സ് മീ ഫീൽ ഫുൾഫിൽഡ് എന്നാണ്. അതായത് എനിക്ക് സംതൃപ്തി നൽകുന്നത് എന്താണ് എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഹാപ്പിനെസ് ആണ്. ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ആയിട്ടുള്ള കുറച്ച് സമയത്തിന് നമുക്ക് കിട്ടുന്ന കാര്യമാണ്. സംതൃപ്തി എന്ന് പറയുന്നത്, ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടെ ദീർഘകാലം നമുക്ക് കിട്ടുന്ന കാര്യമാണ്. അപ്പൊ എന്ത് കാര്യം ചെയ്താലാണ് നമ്മുടെ ഒരു ലൈഫ് ഫുൾഫിൽ ആയതായിട്ട് നമുക്ക് തോന്നാന്നുള്ളതാണ്. അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നത്, ഇപ്പൊ ഒരാളെ സംബന്ധിച്ച് അറിവ് പകർന്നു കൊടുക്കുക എന്ന് പറയുന്നത് അയാളുടെ ലൈഫ് ഫുൾഫിൽ ചെയ്യുന്ന ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും. ചിലരെ സംബന്ധിച്ച് അയാളുടെ മീനിങ് ഫുൾ ആയിട്ടുള്ള ജോബ് ആയിരിക്കും. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് എന്താണ് നിങ്ങളുടെ ലൈഫിനെ ഫുൾഫിൽ ചെയ്യിപ്പിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യം അത് നോട്ട് ചെയ്യുക. അതാണ് മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം, ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡ്രെയിൻസ് മൈ എനർജി ആൻഡ് വാട്ട് വിൽ ഐ ഡു ടു റിമൂവ് ഇറ്റ് ഫ്രം മൈ ലൈഫ്? നമുക്ക് പല കാര്യങ്ങളും സന്തോഷവും അതുപോലെ ഹാപ്പിനെസ്സും സന്തോഷവും ഫുൾഫിൽമെന്റും ഒക്കെ തരുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മളെ കൂടുതൽ ടയേർഡ് ആക്കിയ നമ്മുടെ എനർജിനെ ഡ്രെയിൻ ചെയ്തെടുക്കുന്ന പല കാര്യങ്ങളുണ്ട്. അപ്പൊ അതെന്താന്ന് കൂടെ നമ്മൾ ഇതിനോടൊപ്പം മനസ്സിലാക്കണം. അപ്പൊ ചിലരെ സംബന്ധിച്ച് കൂടുതലായിട്ട് ഫോൺ യൂസ് ചെയ്യുന്നതായിരിക്കും, സോഷ്യൽ മീഡിയയിൽ അഭിനവായിട്ട് ചെലവഴിക്കുന്നതായിരിക്കും. ചിലരെ സംബന്ധിച്ച് അവരെ ടയേർഡ് ആക്കുന്ന കാര്യം, അപ്പോൾ അത് എഴുതാം. ചിലരെ സംബന്ധിച്ച് നെഗറ്റീവ് ചിന്തകളായിരിക്കും, നെഗറ്റീവ് തിങ്കിങ്, ഓവർ തിങ്കിങ് അതൊക്കെ ആയിരിക്കും. ചിലരെ സംബന്ധിച്ച് ചില ടോക്സിക് റിലേഷൻഷിപ്പുകളായിരിക്കും. അപ്പൊ അതെന്താണ് നിങ്ങളുടെ ലൈഫിന്റെ എനർജി, നിങ്ങളുടെ എനർജിനെ ഡ്രെയിൻ ചെയ്യിപ്പിക്കുന്ന കാര്യം, നിങ്ങളുടെ എനർജിനെ ഊറ്റിക്കൊടുക്കുന്ന കാര്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക.
അതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഒരാളെ സംബന്ധിച്ച് അയാൾ തീരെ ഉറക്കമില്ല, എപ്പോഴും ജോലിയാണ്, അത് അയാൾക്ക് എപ്പോഴും ക്ഷീണം കൊണ്ടുവരുള്ളൂ, അയാളുടെ എനർജീനെ അത് ഊറ്റി കുടിക്കുകയുള്ളൂ. അപ്പൊ അതിനെതിരെ എന്ത് ചെയ്യാം എന്ന് കൃത്യസമയത്ത് ഉറങ്ങുന്നു തീരുമാനിക്കുക. ഇപ്പൊ ഫോൺ അമിതമായി യൂസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഇനി ഞാൻ ഫോൺ യൂസ് ചെയ്യുന്നത് കുറക്കും, അപ്പൊ അതിനെതിരെ എന്താ ചെയ്യാന്നുള്ളതും കൂടെ നിങ്ങൾ തന്നെ ആലോചിച്ച് ഒരു ചെറിയ ആൻസർ അതിന്റെ കൂടെ എഴുതാം. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ 4 ക്വസ്റ്റ്യൻസ് സെൽഫ് ഡിസ്കവറിന്റെ അണ്ടറിൽ വരുന്നത്. അപ്പൊ സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇതിന് ഉത്തരം എഴുതാം. ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, ഞാൻ പരമാവധി എക്സ്പ്ലെയിൻ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഉത്തരം എഴുതണം, എന്താണ് ഈ ചോദ്യം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോൺ വെറി ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി. ഐ വിൽ ക്ലാരിഫൈ ഇറ്റ്. അപ്പൊ ഓക്കെ, ബൈ. നാളെ കാണാം. നാളെ നമുക്ക് പുതിയൊരു സെൽഫ് ആസ്പെക്റ്റുമായിട്ട് തിരിച്ചു വരാം.